ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ നിന്നാണ് നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ ആസിയയിലെ 7 സഭകൾക്കുള്ള ദൂതിൽ 1-ാമത്തെ സഭയ്ക്കുള്ള ദൂത് നാം ചിന്തിച്ചു, ധ്യാനിച്ചു. എഫേസോസ് സഭയ്ക്കുള്ള ദൂത്. 2-ാമത്തെ സഭയ്ക്കുള്ള ദൂത്, സ്മുർണ സഭയ്ക്കുള്ള ദൂത് നാം ചിന്തിച്ചു. പീഡിത സഭയായ സ്മുർണ സഭ നേരിടുന്നതായ പീഡകൾക്ക് അതിന് അറുതിയുണ്ട്, നിങ്ങൾ സമാധാനമായിരിപ്പീൻ എന്നുള്ള ആശ്വാസവചനം അവിടെ ആ സഭയോട് കർത്താവ് പറയുന്നതായിട്ട് നാം കേട്ടു, നാം ചിന്തിച്ചു. 3-ാമത് നാം കണ്ടത് പെർഗമോസ് സഭയുടെ ദൂതാണ്. പെർഗമോസ് സഭയ്ക്ക് നമുക്ക് വായിക്കാം 12-ാം വാക്യം മുതൽ. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക, മൂർച്ചയേറിയ ഇരുവായ്ത്തല വാളുള്ളവൻ അരുളി ചെയ്യുന്നത്, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താൻ്റെ സിംഹാസനം ഉള്ളയിടമെന്നും ഞാൻ അറിയുന്നു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. ഔവണ്ണം നിക്കൊലാവ്യരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുമുണ്ട്. ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. സഭയ്ക്ക് ദൈവം കൊടുക്കുന്ന ഒരു അനുഗ്രഹീതമായ വാഗ്ദത്തമാണത്. ഞാൻ അവന് മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. മറഞ്ഞിരിക്കുന്ന മന്ന എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മന്ന ഇസ്രായേൽക്കാർ മരുഭൂമിയിൽ കൂടി പോയപ്പോൾ അവർക്ക് സ്വർഗത്തിൽ നിന്ന് പൊഴിച്ചു കൊടുത്ത ആഹാരമാണ്, സ്വർഗീയമായ ഭോജനമാണ്, മാലാഖമാരുടെ ആഹാരമാണെന്നാണ് നാം വായിക്കുന്നത്. അത് ശ്രേഷ്ഠന്മാരുടെ ഭോജനമാണെന്നാണ് നാം വായിക്കുന്നത്. ജീവനുള്ള ദൈവം തൻ്റെ ജനത്തിന് ഉയരത്തിൽ നിന്ന് പ്രത്യേകിച്ച് പൊഴിച്ചു കൊടുത്ത ആഹാരമാണ് മന്ന. എന്നാൽ ഈ മന്ന എന്താണ് എന്ന് അതിൻ്റെ വിശദീകരണം കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന് ശേഷം 6-ാം അധ്യായത്തിൽ വിശദമായി പറയുന്നുണ്ട്. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ആ മന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രതീകമാണ്, യേശുക്രിസ്തുവിൻ്റെ പ്രതിരൂപമാണ്, യേശുക്രിസ്തുവിൻ്റെ സിംബലാണ് എന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. ഈ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മന്ന എന്താണ് എന്ന്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതേ പ്രതീകമായി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നതായ ആ മന്ന, അത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ ഭൂമിയിൽ യേശുക്രിസ്തു സാക്ഷാത്തായി ജനിക്കുന്നതിന് മുൻപ്, നൂറ്റാണ്ടുകൾക്ക് മുൻപ് അത് മരുഭൂമിയിൽ കൂടി പോയ ഇസ്രായേൽ ജനത്തിന് ദൈവം പൊഴിച്ചു കൊടുത്ത മന്ന. വളരെ അർത്ഥവത്തായ ചില ആശയങ്ങളാണ് ഇതിന് പിന്നിലുള്ളത്. ഇസ്രായേൽക്കാർ ഒരു ദിവസം അവരുടെ കൂടാരത്തിന് ചുറ്റും പൊഴിയുന്ന മന്ന അന്ന് തന്നെ പെറുക്കി എടുത്തുകൊള്ളണം, അന്ന് തന്നെ തിന്ന് തീർക്കണം. ഇല്ല, ബാക്കി വെച്ചിരുന്നാൽ, നാളത്തേക്ക് ബാക്കി വെച്ചിരുന്നാൽ അത് ചീത്തയായി പോവും, ഉപയോഗശൂന്യമായി പോവും, തിന്നാൻ ഇല്ലാത്തതായി തീരും, തിന്നാൻ കൊള്ളുകയില്ല. അതുകൊണ്ട് അന്നു തന്നെ അത് തിന്നുകൊള്ളണം. എന്നാൽ ഈ സ്വർഗത്തിൽ നിന്ന് പൊഴിയുന്ന മന്ന നിന്നുപോയി. അവർക്ക് സാധാരണ ഭക്ഷണം കിട്ടാവുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ ആ മന്ന നിന്നുപോയി. അപ്പോൾ ആ ദൈവത്തിൻ്റെ കരുതലിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി മോശ പറഞ്ഞു, ദൈവിക കൽപ്പന പ്രകാരം പറഞ്ഞു, ഈ മന്ന നമുക്ക് സമാഗമന കൂടാരത്തിൽ അത് പ്രത്യേകിച്ചുള്ള ഒരു പാത്രത്തിൽ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കണം. എല്ലാ ദിവസവും പൊഴിയുന്ന മന്ന പിറ്റേ ദിവസത്തേക്ക് പോരാതെ വരുന്നു. എന്നാൽ ആ മന്ന അങ്ങനെ പ്രത്യേകിച്ച് വിശുദ്ധ സ്ഥലത്ത് സൂക്ഷിച്ച് വെച്ച ആ മന്ന അത് 40 വർഷം കഴിഞ്ഞിട്ടും ഒരു കേടും വന്നില്ല. ഇസ്രായേൽക്കാർ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്ത സമയത്തെല്ലാം ഈ സമാഗമന കൂടാരം അവരെ അനുഗമിച്ചിരുന്നു, സാക്ഷി പെട്ടകം അവരെ അനുഗമിച്ചിരുന്നു. ആ പെട്ടകത്തിനകത്ത് സൂക്ഷിച്ചിരുന്നതായ മന്ന അത് 40 വർഷം കഴിഞ്ഞിട്ടും ഒരു കേടും വന്നില്ല, അതിനൊരു ദോഷവും സംഭവിച്ചില്ല. എന്ന് പറഞ്ഞാൽ വിശുദ്ധ സ്ഥലത്ത് സൂക്ഷിച്ച് വയ്ക്കുന്ന വസ്തു അതൊരിക്കലും കേടുവരികയില്ല, അതൊരിക്കലും നാശം വരികയില്ല.
ഒരിക്കലും അതിന് ദുർഗന്ധം വരികയില്ല. എന്നും അത് ഉപയോഗയോഗ്യമായിരിക്കും, ഉപയോഗിക്കാൻ കൊള്ളാവുന്നതായിരിക്കും. നാം ഓരോരുത്തരും വിശുദ്ധ സ്ഥലത്ത് സൂക്ഷിച്ചു വയ്ക്കപ്പെട്ടവരാണ്. വിശുദ്ധ സ്ഥലത്ത് ഏതാണ് വിശുദ്ധ സ്ഥലം? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഹൃദയം, ക്രിസ്തുവിൻ്റെ തിരുവിലാവിൽ നാം സൂക്ഷിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ഒരു വലിയൊരു മർമ്മമാണത് കാര്യം. വിശ്വാസി ക്രിസ്തുവിൻ്റെ ഹൃദയത്തിനുള്ളിൽ കർത്താവ് സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. വിശ്വാസി സ്വർഗീയ മന്ന വിശുദ്ധ സ്ഥലത്ത് സൂക്ഷിച്ചു വച്ചിരുന്നത് പോലെ നമ്മെ ഓരോരുത്തരെയും കർത്താവ് തൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ഹൃദയത്തിൽ കർത്താവ് നമ്മെ ചേർത്ത് അണച്ചു വച്ചിരിക്കുന്നു, നമ്മെ തിരുമാറോട് അടക്കി പിടിച്ചിരിക്കുന്നു. അതൊരു വലിയ പദവിയാണ്. പക്ഷേ നമ്മിൽ പലരും ഇതൊന്നും അറിയുന്നില്ല. എന്തെല്ലാം ആപത്തുകളാണ് നമുക്ക് ഒഴിവാക്കി കിട്ടുന്നത്, ഏതെല്ലാം അനർത്ഥങ്ങളാണ് നമുക്ക് മാറ്റി കിട്ടുന്നത്, ഏതെല്ലാം നാശങ്ങളും നഷ്ടങ്ങളുമാണ് നമുക്ക് മാറ്റി കിട്ടുന്നത്, എന്തെല്ലാം അത്ഭുതങ്ങളാണ് നടക്കുന്നത്. ജീവനുള്ള ദൈവം നമ്മെ സൂക്ഷിക്കുന്ന കാര്യം നാം അറിയുന്നില്ല. എത്രയെത്ര അത്യാഹിതങ്ങൾ നമുക്ക് വരേണ്ടതായിരുന്നു. തലനാരിഴയ്ക്ക് മാറിപ്പോയ അത്യാഹിതങ്ങളുണ്ട്. നിമിഷ നേരം കൊണ്ട് മാറിപ്പോയ വലിയ വലിയ കെടുതികളുണ്ട്. എല്ലാം കർത്താവ് കൃപയാൽ എല്ലാം നമുക്ക് മാറ്റി തന്ന് നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു വലിയ മർമ്മം, നമ്മെ നിരന്തരം സ്നേഹിക്കുകയും നിരന്തരം കാണുകയും നമ്മെ കരുതുകയും ചെയ്യുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അനന്തമായ വാത്സല്യം. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ ആ സ്നേഹം, ഈ സ്നേഹം നമുക്ക് പിടികിട്ടിയാൽ നാം ക്ഷീണിച്ചു പോവുകയില്ല. മറ്റെന്തെല്ലാം നാം ഒരുങ്ങിയാൽ, ഉപവാസം എടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വേദപുസ്തകം വായിക്കുന്നു, ധാരാളം നേരം വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു, നമസ്കാരങ്ങൾ ചൊല്ലുന്നു, അതെല്ലാം നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു, എല്ലാം ഉണ്ട് നല്ലത്. പക്ഷേ അതുകൊണ്ടൊന്നും നമ്മുടെ ജീവിതത്തിൽ സ്ഥായിയായി പ്രയോജനം കിട്ടില്ലെന്ന് പറയാൻ ഒക്കില്ല, കിട്ടണമെന്നില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ തിരുവിലാവിൽ ചേർന്നണഞ്ഞിരിക്കുന്നതാണ് ഒരു വിശ്വാസിക്കുള്ള ഭാഗ്യം. ക്രിസ്തുവിനോട് ചേർന്നിരിക്കുക, യേശുവോട് ചേർന്നിരിപ്പോൾ എത്ര മോദമേ എന്നൊരു പാട്ട് പാടുമല്ലോ. യേശു ക്രിസ്തുവിനോട് ചേർന്നിരിക്കുക, അതാണ് മോദം. ക്രിസ്തുവിനോട് പറ്റിയിരിക്കുക. നമ്മിൽ പലരും ക്രിസ്തുവിനോട് പറ്റാതെ ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ട്, നല്ല മനോഹരമായ ഗീതങ്ങൾ ആലപിക്കുന്നുണ്ട്, നല്ല സുന്ദരമായ നല്ല സുറിയാനി ഗീതങ്ങൾ ആലപിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മുടെ ഹൃദയം ക്രിസ്തുവിനോട് പറ്റി ചേർന്നിരിക്കുന്നില്ല. നാം ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്നവരായി ഇരിക്കുന്നില്ല. അവിടെ ഉൾക്കൊള്ളാൻ പറ്റാത്തവരായി നാം പുറത്ത് നിൽക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, എൻ്റെ കർത്താവേ, സ്വർഗീയ മന്ന ഇട്ടുവച്ചിരുന്നതായ ആ മനോഹരമായ പാത്രം, അതുപോലെ എൻ്റെ യേശുവിനെ എൻ്റെ ഹൃദയത്തിൽ വഹിക്കാനുള്ളതായി ഭാഗ്യം എനിക്ക് തരണം. പിതാക്കന്മാർ വാസ്തവത്തിലെല്ലാം വിഭാവനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരരക്തങ്ങൾ സ്വീകരിക്കുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ അത് ആ ഒരർത്ഥത്തിലാണ് ഗ്രഹിക്കേണ്ടത്. അതൊന്നും അർത്ഥം ഗ്രഹിക്കാതെ പോയി കുർബാന കൊണ്ടുപോയെന്നുള്ളതുകൊണ്ടൊരു പ്രയോജനവുമില്ല. കുമ്പസാരിച്ചു, കുർബാന കൊണ്ടു, ചില ചടങ്ങുകൾ ആചരിച്ചു. ചടങ്ങുകൾ കൊണ്ട് യാതൊരു കാര്യമില്ല. അതിൻ്റെ ഇന്നർ മീനിങ് എന്താണ്, അതിൻ്റെ ഇംപ്ലൈഡ് മീനിങ് എന്താണ്, അതിൻ്റെ ആന്തരാർത്ഥം എന്താണ്, ഇത് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. എന്താണ് വിശുദ്ധ കുർബാന? വാസ്തവത്തിൽ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ നാം സ്വീകരിക്കുകയാണ്. വിശുദ്ധ കുർബാന നാം സ്വീകരിക്കുമ്പോൾ, ഈ മന്ന നാം സ്വീകരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരം യേശു ക്രിസ്തുവിന് ശരീരമായി തീരുകയാണ്. നമ്മുടെ അവയവങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ അവയവങ്ങളായി തീരുകയാണ്. സ്തോത്രം. നമ്മുടെ ശരീരം, നമ്മുടെ രക്തം എല്ലാം യേശുമയമായി തീരുകയാണ്. നിങ്ങൾ ചിലരെല്ലാം ഇത് മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും ഉണ്ടായിരിക്കില്ല. നാം വിശുദ്ധ കുർബാന കൊള്ളുമ്പോൾ, ക്രിസ്തുവിൻ്റെ തിരുശരീരരക്തങ്ങൾ സ്വീകരിക്കുമ്പോൾ നാം റിയലൈസ് ചെയ്യേണ്ടത്, നാം അനുഭവമാക്കേണ്ടത്, നാം സാക്ഷാത്തായ അനുഭവമായി നാം കൈക്കൊള്ളേണ്ടത്, ക്രിസ്തുവിൻ്റെ ശരീരമായി എൻ്റെ ശരീരം തീരുന്നു. ക്രിസ്തു ചെയ്യാൻ പറ്റാത്തതൊന്നും ഞാൻ ചെയ്യുകയില്ല. ക്രിസ്തു പറയാത്തതൊന്നും ഞാൻ പറയുകയില്ല. ക്രിസ്തു നോക്കാത്തതൊന്നും ഞാൻ നോക്കുകയില്ല. ക്രിസ്തു വായിക്കാത്തതൊന്നും ഞാൻ വായിക്കുകയില്ല. ക്രിസ്തു കാണാത്തതൊന്നും ഞാൻ കാണുകയില്ല. ക്രിസ്തുവിൻ്റെ ശരീരമായി മാറുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതൊരു വലിയ സമർപ്പണമാണ്. അതാണ് സാക്ഷാലുള്ള സമർപ്പണം എന്ന് പറയുന്നത്. ഈ സമർപ്പണം വന്നിട്ടുണ്ടോ? ചിന്തിച്ച് നോക്കൂ. എൻ്റെ സ്ഥാനത്ത് യേശു ക്രിസ്തു ആണെങ്കിൽ ഇങ്ങനെ പറയുമോ? എൻ്റെ സ്ഥാനത്ത് യേശു ക്രിസ്തു ആണെങ്കിൽ ഇങ്ങനെ നിരൂപിക്കുമോ? എൻ്റെ സ്ഥാനത്ത് യേശു ക്രിസ്തു ആണെങ്കിൽ വ്യാജം പറയുമോ? ഇല്ലല്ലോ. എൻ്റെ സ്ഥാനത്ത് യേശു ക്രിസ്തു ആണെങ്കിൽ അർത്ഥസത്യങ്ങൾ പറയുമോ? ഓർത്തു നോക്കൂ, നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ അവയവങ്ങളും യേശു ക്രിസ്തുവിൻ്റെ അവയവങ്ങളായി തീർന്നിരിക്കുന്നുള്ളതായ ഒരു റിയലൈസേഷൻ നമുക്ക് വരണം. ആ ഒരു അനുഭവം നമുക്ക് ലഭിക്കണം. ക്രിസ്തുവിൻ്റെ വകയായി ഞാൻ തീർന്നു. ക്രിസ്തുവുമായി ഞാൻ താതാത്മ്യപ്പെടുന്നു. ക്രിസ്തുവുമായി ഞാൻ ലയിച്ചു ചേരുന്നു. ഇതാണ് ഹൈന്ദവ ചിന്തകന്മാർ പറയുന്നത് സായുജ്യം എന്ന് പറയുന്ന അനുഭവം. സായുജ്യം, അദ്വൈതം. ദ്വൈതമല്ല, ഞാനും ദൈവവും രണ്ടല്ല. അദ്വൈതം രണ്ടല്ല. അദ്വൈതം എന്നുള്ള സിദ്ധാന്തം അതാണ്.
തത്വത്തിൽ അത് വളരെ വാസ്തവമായ സിദ്ധാന്തമാണ്. ദ്വൈതം ഞാനും പരമാത്മാവും ജീവാത്മാവും രണ്ടല്ല. പരമാത്മാവ് ഈശ്വരൻ, ജീവാത്മാവ് മനുഷ്യൻ. ക്രിസ്തുവുമായി ഒന്ന് ചേരുകയാണ്. നാം ക്രിസ്തുവിലെങ്കിൽ ലയിച്ചു ചേരുകയാണ്. ക്രിസ്തു തമ്മിൽ ലയിച്ചു വരികയാണ്. നാം ഒന്നായി തീരുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കുമ്പോഴേക്കും നിങ്ങൾ അമ്പരപ്പിലൊന്നാകണ്ട. ഇതൊക്കെ സാധിക്കുമെന്ന് ചിന്തിക്കണ്ട. സാധിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവുമായി നാം ഒന്നായി തീരുക, ക്രിസ്തുവിൻ്റെ ഭാവം നാം പ്രാപിക്കുക, ക്രിസ്തുവിൻ്റെ അതേ മെൻറ്റാലിറ്റി, അതേ ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടായിരിക്കുക, ക്രിസ്തുവിൻ്റെ അതേ മനോഭാവം നമുക്കുണ്ടായിരിക്കുക, ക്രിസ്തുവിൻ്റെ അതേ പ്രതിച്ഛായയായി നാം മാറുക. നമ്മുടെ മുഖത്തിൻ്റെ ഛായ മാറുമെന്നല്ല ഈ പറഞ്ഞത്. നമ്മുടെ കൈയിൻ്റെയോ കാലിൻ്റെയോ അളവിൻ്റെ വ്യത്യാസം വരുമെന്നല്ല പറഞ്ഞത്. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു ഭാവമായി നാം മാറുക. ആ യേശുക്രിസ്തുമായി അങ്ങ് സായുജ്യം പ്രാപിക്കുക. ഹൈന്ദവ മനുഷ്യരെന്ന് വെച്ചാൽ ബുദ്ധിമാന്മാർ. ഹൈന്ദവ മനീഷിമാർ അവർ വിഭാവനം ചെയ്തു സാലോക്യം, സാരൂപ്യം, സാമീപ്യം, സായുജ്യം. അതാണ് മോക്ഷം. സാലോക്യം എന്ന് പറഞ്ഞാൽ ഒരേ ലോകത്തെത്തിച്ചേരുക, ദൈവത്തിൻ്റെ ലോകത്തിൽ ചെന്ന് ചേരുക. അതുകൊണ്ടായില്ല, അതൊരു ഫസ്റ്റ് സ്റ്റെപ്പ്, ഒന്നാമത്തെ പടിയായുള്ളൂ. പിന്നെ അടുത്തത് സാരൂപ്യം, അതേ ദൈവത്തിൻ്റെ രൂപം പ്രാപിക്കുക. ദൈവത്തിന് സ്തോത്രം. പിന്നെ സാമീപ്യം, ദൈവത്തോട് അടുത്ത് ചെല്ലുക. തീർന്നില്ല. സായുജ്യം, ദൈവത്തിൽ ലയിച്ചു ചേരുക. ഇത് ഒരു വലിയ യാഥാർത്ഥ്യമായി നാം അനുഭവിക്കേണ്ടതാണ്. സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിന്ന് പറയുന്നുണ്ടല്ലോ. ആ ചിന്താഗതിയിൽ നല്ലൊരു അംശമുണ്ട്. അത് നാം മനസ്സിലാക്കേണ്ടതാണ്, നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതുമാണ്. നാം ഈ ആത്മീയ ജീവിതത്തിൽ വളർന്നു വരുമ്പോൾ നാം വാസ്തവത്തിൽ നാം ആ സായുജ്യത്തിൽ എത്തിച്ചേരുകയാണ്. സായുജ്യം, വൺ വിത്ത് ഗോഡ്, ദൈവത്തോട് ഒന്നായി തീരുക. ദൈവത്തോടുള്ള ഏകതാനതാ ബന്ധം, ദൈവത്തോടുള്ള ഒന്നായി എന്നുള്ള ബന്ധം, അത് നാം പ്രാപിച്ചിരിക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങൾ ഇത്രയും ആളുകൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു, ദൂരെയുള്ള ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. സ്നേഹിതരെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ ഒരു അനുഭവം കിട്ടിയിട്ടുണ്ടോ? ദൈവവുമായി ഒന്നായി ചേരുക എന്നുള്ള അനുഭവം കിട്ടാൻ നിങ്ങൾ വാഞ്ചിച്ചിട്ടുണ്ടോ? നിങ്ങൾ പാവം ചെയ്യാതിരിക്കും, മദ്യപാനമില്ല, വെറുക്കുത്തില്ല, വേണ്ടാത്ത അശുദ്ധമായ ജീവിതമില്ല, മ്ലേച്ഛ വികാരങ്ങളുമില്ല, വേറെ ആരുടെയും അവഹരിക്കണമെന്ന് ചിന്തയില്ല. അതെല്ലാം നല്ലതാണ്. ഒരു സാൻമാർഗികത്വം നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. സാൻമാർഗികത്വം, മൊറാലിറ്റി അല്ല ക്രിസ്ത്യാനിറ്റി. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാവുമോ? മൊറാലിറ്റി അല്ല ക്രിസ്ത്യാനിറ്റി എന്ന് വെച്ചാൽ സാൻമാർഗികത്വം അല്ല ക്രിസ്തീയത്വം. സാൻമാർഗികത്വം ഉള്ളവർക്കും സാൻമാർഗികത്വം ഉണ്ട് എന്നുള്ള നല്ല ആളുകളുണ്ട്. അവർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനൊക്കെ കഴിയില്ല. അവർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ വൺ വിത്ത് ഗോഡ്, ദൈവത്തോട് ഒന്നായി തീരണം, ദൈവത്തോട് ഐക്യം പ്രാപിക്കണം, ദൈവത്തിൻ്റെ സായുജ്യം നേടണം, ദൈവത്തിൽ ലയിച്ചു ചേരണം, ക്രിസ്തു നമ്മിൽ ലയിച്ചു ചേരണം. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, ഞാനിത് പറയുന്നത് വലിയൊരു ആഗ്രഹത്തോടുകൂടിയാണ്. നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കണം, കർത്താവേ, ഞാനും ക്രിസ്തു ഒന്നായി ചേരുന്ന ആ മഹത്തായ അനുഭവം ഈ ഭൂമിയിൽ വെച്ച് എനിക്ക് തരണം. ഞാൻ കടന്നു ചെന്നതിന് ശേഷമല്ല, ഈ ഭൂമിയിൽ വെച്ച് തന്നെ ജീവാത്മാവും പരമാത്മാവുമായി ഒന്നിച്ചു ചേരുന്നതായ സായുജ്യ അനുഭവം എനിക്ക് ഇവിടെ വെച്ച് തന്നെ തരണം. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ. ഇത് സാധിക്കില്ലെന്ന് പറയല്ലേ? എനിക്ക് സാധിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് സാധിക്കാത്ത കാര്യമൊന്നും കർത്താവ് പറയുകയില്ല. ഇതെനിക്ക് വേണം. അപ്പോൾ പിന്നെ ഞാനില്ല, പിന്നെ ക്രിസ്തുവേ ഉള്ളൂ. ഞാനില്ല, എൻ്റേതില്ല, എൻ്റെ സ്വയമില്ല, എൻ്റെ സ്വന്തം അഭിപ്രായമില്ല, എൻ്റെ സ്വന്തം താല്പര്യമില്ല, എൻ്റെ സ്വാർത്ഥതയില്ല. പിന്നെ അവിടെ സെൽഫിന് ഈഗോയ്ക്ക് സ്ഥാനമില്ല, സെൽഫിന് സ്ഥാനമില്ല, അവിടെ ഞാൻ എന്നുള്ള സ്ഥാനമില്ല. എൻ്റെ അഭിപ്രായത്തിന് വിലയില്ല. എനിക്ക് എന്തെല്ലാം അഭിപ്രായം ഉണ്ടായിരിക്കും, സ്വാഭാവികമാണ്. പക്ഷേ അതെല്ലാം അടിയറ വെച്ച് കഴിഞ്ഞു. ആർക്ക്? ക്രിസ്തുവിൻ്റെ കുരിശിൻ ചുവട്ടിലേക്ക് എല്ലാം അടിയറ വെച്ചു. എല്ലാം കൊടുത്തു, ബാക്കി ഒന്നുമില്ല. എല്ലാം ക്രിസ്തുവിനായിട്ട് അടിയറ വെച്ചു. സ്തോത്രം. എൻ്റെ കർത്താവിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഈ മഹത്തായ അനുഭവത്തിലേക്ക് വരാനാണ് കർത്താവ് നമ്മെ വിളിക്കുന്നത്. ഒരു സാധാരണ മനുഷ്യരെ പോലെ നിൽക്കാനല്ല. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങൾ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പന്തക്കൊണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയും, പിന്നെ രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. സ്തോത്രം. നിസ്സാരമല്ല. അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, പൊതുവിൽ എല്ലാ സഭയ്ക്കും എഴുതുന്ന ലേഖനത്തിൽ പറയുകയാണ്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങൾ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പന്തക്കൊണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. അപ്പോസ്തലൻ അവിടെ നിർത്തുന്നില്ല. പണ്ട് നിങ്ങൾ ജനമല്ലാത്തോ? ദൈവത്തിൻ്റെ ജനമല്ലായിരുന്നു. ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം. നമ്മളെക്കുറിച്ച് പറയണം. പണ്ട് അങ്ങനെയൊന്നും ആയിരുന്നില്ല.
നിങ്ങൾ പണ്ട് ജനമില്ലാത്തവർ ആയിരുന്നില്ല, ഇപ്പോഴോ ദൈവത്തിന് ജനം. കരുണ ലഭിക്കാത്തതും കരുണ പ്രാപിക്കാൻ കഴിഞ്ഞില്ല, ഇപ്പോഴോ നിങ്ങൾ കരുണ ലഭിച്ചവർ തന്നെ. സ്തോത്രം. നെക്സ്റ്റ് വാർത്ത വിജയ്. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ പ്രവാസികളും പരദേശികളുമാണ്. ഇതല്ല നമ്മുടെ ലോകം, ഇതല്ല നമ്മുടെ പാർപ്പിടം. ഇതൊരു സ്വപ്നം പോലെ 70, 80, 90 അല്ലെങ്കിൽ അതിൽ അല്പം കൂടുതലോ വർഷം ജീവിച്ചിരുന്നിട്ട് കടന്നു പോകുന്നു ഒരു സ്വപ്നം. പിന്നീട് നിത്യതയിലേക്ക് ചെന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതെല്ലാം ഭൂമിയിലെ ജീവിതം ഒരു സ്വപ്നം പോലെ തോന്നും. സ്വപ്നം കണ്ടു, തീർന്നു. നിത്യതയിലേക്ക് ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ മനസ്സിലാവില്ല. നിത്യതയിലേക്ക് ചെല്ലുമ്പോൾ, നിത്യത ഒന്നുകിൽ നരകം അല്ലെങ്കിൽ സ്വർഗം, നിത്യതയിലേക്ക് ചെല്ലുമ്പോൾ ഈ ഭൂമിയിലെ കാര്യങ്ങളിലെ ഒരു സ്വപ്നം പോലെ തോന്നുന്നു. ഒരു സ്വപ്നം, അത്രയേ ഉള്ളൂ. എന്നാൽ യാഥാർത്ഥ്യമായത് എന്താണ്? ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ യേശു ക്രിസ്തുവുമായിട്ടുള്ള ഒരു സജീവ ബന്ധം നോക്കുകയാണ്. ലളിതമാണ് കാര്യം. യേശു ക്രിസ്തുവിന് പ്രസാദിക്കാത്തതൊന്നും എൻ്റെ യാതൊരു ചിന്താഗതിയിലും വരികയില്ല. മതി. ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ഇത് കർത്താവ് പ്രസാദിക്കുമോ? നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ആത്മാർത്ഥതയോടെ ചിന്തിക്കുകയാണെങ്കിൽ കർത്താവ് കാണിച്ചു തരും. നിങ്ങൾക്ക് തന്നെ ബുദ്ധിയും കിട്ടും. വ്യക്തമാണ്. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോഴോ ഒന്ന് നിൽക്കുക. ലുക്ക് ബിഫോർ യു ലീപ്പ്. എടുത്ത് ചാടുന്നതിന് മുമ്പ് ഒന്ന് നോക്കുക. ലുക്ക് ബിഫോർ യു ലീപ്പ്. ചാടുന്നതിന് മുമ്പ് ഒന്ന് നോക്കൂ. അന്നേരം നമുക്കറിയാം അത് കർത്താവ് പ്രസാദിക്കാത്തതാണ്. വേണ്ട, ഞാൻ ആ കാര്യത്തിൽ ഞാനില്ല. ഇത് കർത്താവ് പ്രസാദിക്കാത്തതാണ്, അങ്ങനെ ഞാൻ അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയില്ല. കർത്താവ് പ്രസാദിക്കാത്തതാണ്, ഇനി അങ്ങനെയുള്ള സംസാരം എനിക്കുണ്ടാവില്ല. അവിടെ നിങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റും. നിങ്ങളെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾക്ക് തന്നെ ഒരു ഡിസിപ്ലിൻ വരുത്താൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഇതിൻ്റെ അച്ചടക്കം നിങ്ങൾക്ക് തന്നെ വരുത്താൻ സാധിക്കും. അങ്ങനെയുള്ള ജീവിതത്തിൽ നിരന്തരം സൂക്ഷിച്ച് പോകുന്നവരാണ് ദൈവത്തിലെത്തുന്നത്. നമുക്കറിയാവുന്ന ഗീതമാണല്ലോ, രാജ്യത്തിൻ വാതിൽ ചെറിയതുമാ മാർഗം വീതി കുറഞ്ഞതുമാ വഴി ഗമനം കാംക്ഷിപ്പോനത്യുത്സാഹമവശ്യം താൻ അലസതലേശം ബാധിച്ചാൽ അശുഭ വഴിക്കു വശം വദനായി സ്വാത്മത്തെ സ്വയമേ നിഹനിക്കും. അലസതലേശം പോലും വരാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ഒരു സെക്കൻഡ് നേരം പോലും അലസത വരാൻ പാടില്ല. എപ്പോഴും ഒരു ലക്ഷ്യം മാത്രമാണ് നമുക്കുള്ളത്. മറ്റെല്ലാം മാറ്റി വയ്ക്കുന്നു. എല്ലാം എൻ്റെ സ്വാർത്ഥപരമായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും താല്പര്യങ്ങളും എല്ലാം മാറ്റി വയ്ക്കുന്നു. ഞാനെന്ന് പറയുന്ന മനുഷ്യൻ ഒന്നും അല്ല എന്ന് തന്നെ താൻ ചിന്തിക്കുന്നു, മനസ്സിലാക്കുന്നു. എല്ലാം എൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തിനാണ്. ഞാൻ വചനം പറയുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിന്. എൻ്റെ പോഴ്ചയ്ക്കാണെങ്കിൽ ഞാൻ വീണുപോകും, ഞാൻ ഫീൽഡിൽ നിന്ന് ഔട്ടായി പോകും. സ്തോത്രം. ആത്മീയ രംഗത്ത് ഞാൻ പുറത്തായി പോകും. എൻ്റെ മഹത്വത്തിനായ അതിൽ മഹത്വം ഞാൻ എടുത്താൽ. വ്യക്തമാണ് കാര്യം. എനിക്കേതെങ്കിലും ഒരു കാര്യത്തിൽ അഭിമാനം തോന്നിയാൽ ഞാൻ കുറ്റവാളിയായി തീരും. അധികം ലഭിച്ചവനോട് അധികം ചോദിക്കും, അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ആവശ്യപ്പെടും. കുറച്ച് ലഭിച്ചവനോട് കുറച്ച് ചോദിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അധികം ലഭിച്ചവരോട് അധികം ചോദിക്കും. ഇപ്പോൾ നമ്മുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അധികം ലഭിച്ചവരാണ്. എല്ലാ വചനത്തിൻ്റെ ആഴങ്ങൾ ഗ്രഹിച്ചവരാണ്, അല്ലേ? എല്ലാം വചനം കിട്ടിയവരാണ്. ഇന്നും നാം താഴ്ന്ന നിലവാരത്തിൽ നിന്നാൽ എത്രയോ കഷ്ടമാണ്. ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞു പോകുന്ന ഇനിയും അതിന് അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെയെന്നാണ്. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടെന്ന് നിങ്ങൾ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് നാം ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട കാലം കഴിഞ്ഞു. ഉപദേഷ്ടാക്കന്മാരാകേണ്ട കാലം കഴിഞ്ഞു. നമ്മുടെ ഈ സഹോദരന്മാരും ഓരോരുത്തരും അനേകർക്ക് വചനം പകർന്നു കൊടുക്കേണ്ടവരാണ്. അതിൻ്റെ കാലം കഴിഞ്ഞു. വചനം പകർന്നു കൊടുക്കുകയും ആളുകളെ ആത്മാവിൽ കാണുകയും ആത്മാവിൽ വരെ ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് ആനയിക്കുകയും ചെയ്യേണ്ടവരാണ്. ഗലാത്യലേഖനം 4-ാം അധ്യായം 8-9-10 വാക്യങ്ങൾ വായിക്കാം. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? ബലഹീനവും ദരിദ്രവുമായ ആദിപാഠങ്ങളിലേക്ക് നിങ്ങൾ തിരിഞ്ഞു പോകുന്നത് എന്താണ്?
നിങ്ങൾ അവയ്ക്ക് അടിമപ്പെടാൻ ഇച്ഛിക്കുന്നതാണ്. കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടന്മാരായിരിക്കേണ്ടവരാണല്ലോ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് നിങ്ങൾ തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്താണ്? നിങ്ങൾ കാലം നോക്കിയാൽ നിങ്ങൾ വളർച്ച എത്തേണ്ടവരാണ്. നിങ്ങൾ പ്രാപ്തരായി തീരേണ്ടതാണ്. നിങ്ങൾക്ക് വലിയൊരു ശക്തി നിങ്ങൾ ലഭിക്കേണ്ടതാണ്. അത് നിങ്ങൾ ലഭിക്കാതെ നിങ്ങളിപ്പോഴും ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞു പോകുന്നത് എന്താണ്? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായെന്ന് ഞാൻ ഭയപ്പെടുന്നു. ദൈവത്തിന് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളിപ്പോഴും പഴയ ആചാരങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. ദിവസങ്ങളും ആണ്ടുകളൊക്കെ പ്രമാണിക്കുന്നു. അയ്യോ, ഞാൻ എന്ത് ചെയ്യേണ്ടു? നിങ്ങൾക്ക് എന്താണ് പറഞ്ഞു തരേണ്ടത്? ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ സ്ഥിതി ഇത്രയും ദയനീയമായി പോയല്ലോ, ഇത്രയും ഭയാനകമായി പോയല്ലോ. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം വായിക്കാം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു വരുവാൻ ആവശ്യമായിരിക്കുന്നു. കാണാതെ പഠിക്കണേ. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു വരുവാൻ ആവശ്യമായിരിക്കുന്നു. ഇബ്രായ ക്രിസ്ത്യാനികളുടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, വിശ്വാസികളുടെ പറയുന്നത്, കാലം നോക്കിയാൽ, നിങ്ങൾ മാനസാന്തരപ്പെട്ട കാലം നോക്കിയാൽ ഇത്രയും കാലമായി നിങ്ങൾ മാനസാന്തരപ്പെട്ട ജീവിതത്തിൽ ജീവിച്ചു വന്നു, ശരി. പക്ഷേ പണ്ടേ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടതാണ്. പണ്ടേ നിങ്ങൾ വചനം പറഞ്ഞു കൊടുക്കേണ്ടവരായിരിക്കേണ്ടതാണ്. പണ്ടേ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കേണ്ട ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടവരാണ്. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠം വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. അപ്പോൾ പിന്നെ പറയുമ്പോൾ ഉദാഹരണം പറയുന്നത് എന്താണെന്നറിയാമോ? കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ പാല് കൊടുക്കുന്ന കുട്ടിക്ക് പ്രായമായതിനു ശേഷം കുട്ടി പാലേ കുടിക്കൂ, വേറൊന്നും കഴിക്കില്ല, കട്ടിയായ ആഹാരം കഴിക്കില്ല. അപ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് കട്ടിയായ ആഹാരമല്ലല്ലോ അത് തന്നത്, നിങ്ങൾക്ക് കട്ടിയായ ആഹാരം തന്നില്ലല്ലോ, എന്നിട്ട് നിങ്ങൾ എന്താണ് ഇങ്ങനെ വീണ്ടും പഴയതിലേക്ക് തിരിഞ്ഞ് നോക്കുന്നത്? പ്രായമായിട്ടും നിങ്ങൾ പഴയ മുലപ്പാൽ ഇതിനെ കുടിക്കുകയോ അല്ലെങ്കിൽ പഴയ പശുവും പാലോ അല്ലെങ്കിൽ എന്തെങ്കിലും പാല് മാത്രമേ കുടിക്കുകയോ നിൽക്കുന്നത് എത്രയോ ദയനീയമാണ്. അടുത്താണ് ബാക്കി അതാണ്. കട്ടിയായുള്ള ആഹാരമല്ല പാലത്രയെ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. നിങ്ങൾക്ക് പ്രായം തികഞ്ഞില്ലല്ലോ. നിങ്ങളിന്ന് ശിശുവിനെ പോലെ നടക്കുന്നതാണ്. നിങ്ങൾ ഓടി നടക്കേണ്ടെന്നല്ല, ഊർജ്ജസ്വലതയോടെ വേലയേണ്ടവരാണല്ലോ. നിങ്ങളെന്താണ് ശിശുവിനെ പോലെ ഇപ്പോഴും പാലിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴും നിങ്ങൾ ദയനീയമായ അവസ്ഥയിൽ ശിശുപ്രായത്തിൽ തന്നെ ഇരിക്കുന്നു. വാസ്തവത്തിൽ നിങ്ങൾ പ്രായപൂർത്തിയായവരാണ്. നിങ്ങൾ ധാരാളം ആഹാരം ഭക്ഷിച്ചവരാണ്, നല്ല പുഷ്ടിയായവരാണ്. ഇത്രയും ആഹാരമെല്ലാം ഭക്ഷിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് എനിക്ക് കട്ടിയായ ആഹാരം വേണ്ട, എനിക്ക് പാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്ര ദയനീയമാണ്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം വചനം കേട്ടു, ഞാനും കേട്ടു, ധാരാളം വചനം കിട്ടി. പക്ഷേ പ്രിയപ്പെട്ടവരെ, നാം ഇന്നും പഴയ അവസ്ഥയിൽ തന്നെ ഇരിക്കുന്നു. കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടന്മാരായിരിക്കേണ്ടവരാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. ദയനീയമാണ് അവസ്ഥ. സ്തോത്രം. ദയവായി നിങ്ങളൊന്ന് ചിന്തിക്കുമോ? നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുമോ? മറ്റെല്ലാ ചിന്തകളും വന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിങ്ങളൊന്ന് ചിന്തിക്കുമോ? എൻ്റെ കർത്താവേ, ഈ പറയുന്നത് എൻ്റെ അനുഭവമാണോ? ഞാൻ ശിശുവിനെ പോലെ ഞാൻ ബാല്യപ്രായത്തിൽ ശിശുപ്രായത്തിൽ കഴിയുകയാണോ? ആത്മീയമായൊരു ശിശുവിനെ പോലെ വീണ്ടും ജന്മം കിട്ടി, ശരിയാണ്. പക്ഷേ ഒരു പരിജ്ഞാനവും കിട്ടാത്തവനായി ഞാൻ ഇരിക്കുകയാണോ? ഒരു പരിജ്ഞാനം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാണോ ഞാൻ ഇരിക്കുന്നത്? എനിക്ക് ആത്മീയമായ ഒരു ഉണർവും വേണ്ട എന്നാണോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എനിക്കിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക എന്നല്ലാതെ ഞാൻ വചനം പറയാനൊക്കെ എന്നെ കൂടെ സാധിക്കില്ലെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം വേലക്കാരാകേണ്ടിയിരിക്കുന്നു. നാം ഭവനം പണിയേണ്ടുന്നവരായിരിക്കേണ്ടിയിരിക്കുന്നു. നാം ആലയം പണിയേണ്ടവരാണ്. കല്ലും മണ്ണും ഇനിയും വളരെ ശേഷിച്ച് കിടക്കുന്നു. വേലക്കാട് ശക്തിയോ ചുരുങ്ങിപ്പോകുന്നു, കുറഞ്ഞു പോകുന്നു. വേലക്കാട് ശക്തി ക്ഷയിച്ചു പോകുന്നു. കല്ലും മണ്ണും ഇനിയും വളരെ കിടക്കുന്നു. എസ്രാ പറഞ്ഞതാണ്, കല്ലും മണ്ണും ഇനിയും വളരെ കിടക്കുന്നു, വേലക്കാരോ ശക്തി ക്ഷയിച്ചു പോകുന്നു. ഇന്ന് വേലക്കാട് ശക്തി ക്ഷയിച്ചു പോകുന്നു. നിങ്ങളാരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല, സത്യമാണ് ഈ പറയുന്നത്. നാം ഇന്ന് ഏറ്റവും ബാലിശമായ അവസ്ഥയിൽ, ബാലിശം എന്ന് വെച്ചാൽ ബാല്യപ്രായത്തിലുള്ള ബാലിശമായ അവസ്ഥയിലിരിക്കുന്നു.
ഏറ്റവും താണ സ്ഥിതിയിലിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഇനിയും വളരേണ്ടിയിരിക്കുന്നു. അതിന് പല നാളുകളൊന്നും വേണ്ട. ഒരു കുട്ടിക്ക് വളരാനാണെങ്കിൽ 2 വയസ്സ് 3 വയസ്സ് 4 വയസ്സ് അങ്ങനെ വളരാം. നിങ്ങൾക്കത് വേണ്ട. നിങ്ങൾ ഒരൊറ്റ നിമിഷം കൊണ്ട് നിങ്ങൾക്ക് വളരാം. എങ്ങനെ? ക്രിസ്തുവിൽ വിശ്വസിക്കുക, അവൻ്റെ ആത്മാവിനെ വിശ്വസിക്കുക, അവൻ്റെ വചനം വിശ്വസിക്കുക, മതി. വേറൊന്നും വേണ്ട. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്താണ് വിശ്വസിക്കാൻ പറ്റാത്തതിന് കാരണം? ചിന്തിച്ചിട്ടുണ്ടോ? എന്താ വിശ്വസിക്കാൻ പറ്റാത്തതിന് കാരണം? വിശ്വാസം വരാത്തത് എന്താണ്? തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏകദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള ബഹുമാനം ഇച്ഛിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? സ്തോത്രം. കർത്താവ് പറഞ്ഞതാണ് യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം, തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏകദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള ബഹുമാനം ഇച്ഛിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? നിങ്ങൾ വിശ്വസിക്കാൻ കഴിയാത്തതിന് കാരണമുണ്ട്. തമ്മിലുള്ള ബഹുമാനം മതി. ആളുകളുടെ മുമ്പിൽ ഞാൻ നല്ലയാളെന്നാണ് ഒരു പേര് കിട്ടിയാൽ മതി. ദൈവത്തിന് സ്തോത്രം. ഗൗരവമേറിയ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിട്ടെ. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യക്തമായ തീരുമാനം നിങ്ങൾക്ക് എടുക്കാം. കർത്താവിനോട് നിങ്ങൾക്ക് വാക്ക് പറയാം. കർത്താവേ, ഇത്രയും കാലം ശിശുവിനെ പോലെ ഞാൻ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. കർത്താവേ, പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇപ്പോൾ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. കർത്താവേ, സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നീ എന്നെ നയിക്കണമേ. സാക്ഷാത്തായ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക്, സാക്ഷാത്തായ ആത്മാവിൻ്റെ സ്നേഹത്തിലേക്ക്, ആത്മാവിൻ്റെ ഭാവത്തിലേക്ക് നാഥാ നീ രൂപാന്തരപ്പെടുത്തിയെടുക്കണമേ. എൻ്റേതെന്ന് പറയുന്നതെല്ലാം ഉരിഞ്ഞു പോകട്ടെ. എൻ്റേതെന്ന് ഞാൻ കരുതുന്നതെല്ലാം ഉരിഞ്ഞു പോകട്ടെ. എൻ്റെ അറിവും എൻ്റെ ജ്ഞാനവും എൻ്റെ കഴിവും എൻ്റെ വാക്കുകളും എൻ്റെ ഭാഷയും എൻ്റെ കർത്താവേ, എനിക്കുള്ളതായ സകലവും എല്ലാം ഉരിഞ്ഞു പോകട്ടെ. ഞാൻ യേശു മാത്രമായി തീരട്ടെ, യേശുമയമായി തീരട്ടെ. യേശു എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന അനുഭവം എനിക്ക് കിട്ടട്ടെ. ഹൃദയത്തിൽ യേശു വസിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം ആഗ്രഹിക്കുന്നുണ്ടോ, താല്പര്യപ്പെടുന്നുണ്ടോ? കർത്താവേ, ഞാൻ യേശുമയമായി ജീവിക്കാൻ എനിക്കൊരു ഭാഗ്യം തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കൂ. നിങ്ങൾ കർത്താവിനോട് പറയൂ, കർത്താവേ, യേശുമയമായി തീരാൻ എനിക്ക് ഭാഗ്യം തരണമേ. യേശുവിൻ്റെ അതേ ആളത്വമായി രൂപാന്തരപ്പെടാൻ എനിക്ക് ഭാഗ്യം തരണമേ. യേശുവിൻ്റെ അതേ സ്വഭാവമായി തീരാൻ എനിക്ക് ഭാഗ്യം തരണമേ. യേശുവിൻ്റെ അതേ ഭാവം പ്രാപിക്കാൻ എനിക്ക് ഭാഗ്യം തരണമേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആ മഹാഭാഗ്യത്തിലേക്ക് കർത്താവ് നിങ്ങൾ മാടി വിളിക്കുകയാണ്. നിങ്ങൾ ആരെയും ഒഴിവാക്കി നിർത്തിയിരിക്കുകയല്ല, നിങ്ങൾ ആരെയും മാറ്റി നിർത്തിയിരിക്കുകയല്ല. നിങ്ങൾ എല്ലാവരെയും കർത്താവ് മാടി വിളിക്കുകയാണ്. വരുവീൻ, ഈ സമാധാനം അനുഭവിപ്പീൻ, ഈ സന്തോഷം അനുഭവിപ്പീൻ. ഹൃദയത്തിൻ്റെ ഞരക്കങ്ങളും ഭാരങ്ങളും ആകുലങ്ങളും എല്ലാം കൈവിട്ടിട്ട് എൻ്റെ പാദത്തിലേക്ക് ഓടി വരുവീൻ മക്കളെ എന്ന് കർത്താവ് പറയുകയാണ്. കുരിശിൻ്റെ പാദത്തിലേക്ക് ഓടി വരുവീൻ. കുരിശിൻ്റെ പാദത്തിലേക്ക് ഓടി വന്ന് നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ പുതിയ തീരുമാനങ്ങൾ എടുക്കുകയും. സ്നേഹവാനേ മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മഹത്വപൂർണ്ണമായ സുദിനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, കൃപയിൽ കാക്കണമേ. കർത്താവെ, അത് രണ്ടാമത്തവരിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ.